السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ധാരാളം ഗുണപാഠങ്ങൾ നമ്മുടെ എല്ലാവരുടെയും സ്വഭാവ പെരുമാറ്റ രീതികളിൽ, മറ്റുള്ളവരുടേതായ കാര്യങ്ങളിൽ ഇടപെടുന്ന മേഖലയിലൊക്കെ നമുക്ക് ഗുണപാഠങ്ങളായി മനസ്സിലാക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ചരിത്ര യാഥാർത്ഥ്യമാണ്. ആ കഥ അതല്ലെങ്കിൽ ആ ചരിത്രം ഇപ്രകാരമാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സദസ്സിൽ പലപ്പോഴും സിറിയക്കാരനായ ഒരു വ്യക്തി പല സന്ദർഭങ്ങളിലും പങ്കെടുക്കുകയും അദ്ദേഹത്തിൽ നിന്ന് വിജ്ഞാനങ്ങളൊക്കെ കരസ്ഥമാക്കുകയും ചെയ്യാറ് പതിവുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഈ വ്യക്തിയെ, സിറിയക്കാരനായ ഈ വ്യക്തിയെ കാണാതായപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മറ്റുള്ള സഹാബിമാരോട് ചോദിച്ചു, എവിടെ പോയി അദ്ദേഹം എന്ന് പ്രത്യേകമായി ചോദിക്കുകയാണ്. ആ സമയത്ത് ആളുകൾ പറഞ്ഞു, അദ്ദേഹം മദ്യപിച്ച് ലക്കില്ലാതെ കിടക്കുകയാണ്, മദ്യപാനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആ വ്യക്തി എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സദസ്സിലുള്ള ചില ആളുകൾ പറഞ്ഞത്. ഉടനെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ എഴുത്തുകാരനെ വിളിച്ച് ഒരു കത്തെഴുതാൻ ആവശ്യപ്പെടുകയാണ്. എന്താണ് ആ കത്തിൻ്റെ തലവാചകം? മിൻ ഉമർ ബിൻ ഖത്താബ് ഇലാ ഫുലാൻ ഇബ്നു ഫുലാൻ. ഉമറിൽ നിന്ന് ഇന്ന വ്യക്തിയിലേക്ക്, അങ്ങനെ ബിസ്മിയും എല്ലാ ഹംദുമെല്ലാം പറഞ്ഞതിൻ്റെ ശേഷം സലാമുൻ അലൈക്, താങ്കൾക്ക് അള്ളാഹുവിൻ്റെ ശാന്തി ഉണ്ടാകട്ടെ. ഞാനിതാ അള്ളാഹുവിനെ കുറിച്ച് താങ്കൾക്ക് ചില പ്രത്യേകമായ അറിയിപ്പുകൾ നൽകുകയാണ്. എന്നിട്ടുള്ള വാചകം അല്ലദീ, അങ്ങനെയുള്ള അള്ളാഹുവാണ്, ലാ ഇലാഹ ഇല്ലാ ഹുവ ഗാഫിരിൽ ദംബി വഖാബിലിൽ തൗബി ശദീദിൽ ഇഖാബി ദിൽ തൗൽ ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. സൂറത്തു ഗാഫിറിലെ 3-ാമത്തെ ആയത്താണിത്. എങ്ങനെയുള്ളവനായ അള്ളാഹു, ഗാഫിരിൽ ദംബ്, അവൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്, വഖാബിലിൽ തൗബി, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, ശദീദിൽ ഇഖാബി ദിൽ തൗൽ, അവൻ ഏറെ ശക്തിയുള്ളവനും അതുപോലെ തന്നെ കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനൊഴികെ ഒരാരാധ്യനുമില്ല, ഇലൈഹിൽ മസീർ, അവൻ്റെ അടുക്കലേക്കാണ് നമ്മളെല്ലാം മടങ്ങിച്ചെല്ലേണ്ടത് എന്നുള്ള തലവാചകത്തിൽ അദ്ദേഹം ഈ വ്യക്തിക്ക് കത്തെഴുതുകയാണ്. എന്നിട്ട് കൂടെയുള്ള അവിടെ ഇരിക്കുന്ന സദസ്യരോടായി ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉദുഉല്ലാഹ ലി അഖീകും അൻ യുഖ്ബില അലല്ലാഹി ബിഖൽബിഹി വയതൂബല്ലാഹു അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുവാനും അദ്ദേഹം ആത്മാർത്ഥമായി റബ്ബിനോടൊന്ന് പശ്ചാത്തപിച്ചു മടങ്ങുവാനുമൊക്കെ നിങ്ങൾ ആ സഹോദരന് തൗഫീക്ക് കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞ് ഈ കത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ വ്യക്തിക്ക് കൊടുത്തയക്കുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ കത്ത് വായിച്ച ഉടനെ തന്നെ ആ മനുഷ്യൻ ആത്മാർത്ഥമായി തൻ്റെ മനസ്സിൽ ഇങ്ങനെ അതിൻ്റെ തുടക്കത്തിൽ കുറിച്ച ഗാഫിറിലെ വചനം ഇങ്ങനെ ആവർത്തിച്ചു ഉരുവിടുകയാണ്. ഗാഫിരിൽ ദംബ് വഖാബിലിത് തൗബ് ശദീദുൽ ഇഖാബ്, എല്ലാം പൊറുക്കുന്ന റബ്ബ്, പശ്ചാത്താപം സ്വീകരിക്കുന്ന റബ്ബ്, കഠിനമായി ശിക്ഷിക്കുന്ന റബ്ബ്. ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ചുരുവിട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ വളരെ താക്കീതോടുകൂടെയാണല്ലോ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അതേ അവസരത്തിൽ അവനെല്ലാം പൊറുക്കുന്നവനാണെന്ന സന്തോഷ വാർത്തയും എന്നെ അറിയിച്ചല്ലോ എന്നിങ്ങനെ അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ഈ ആയത്തുരുവിടുകയും ചെയ്യുന്നു. അതോടൊപ്പം ബഹുവയബിക്കി, അദ്ദേഹം പൊട്ടി കരയുകയാണ്. സുമ്മത്താബ, വ്യക്തി പശ്ചാത്തപിച്ചു മടങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം അദ്ദേഹം ഏറ്റവും നല്ല നിലക്ക് നിർവഹിക്കുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഈ വിവരം കിട്ടിയപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ സദസ്സിലുള്ള ആളുകളോട് ഇപ്രകാരമാണ് പറഞ്ഞത്, ഹാക്കദാ, ഇപ്രകാരമായിരിക്കണം ഫസ്നഉ, ജനങ്ങളെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇദാ റഅയ്തും മഖല്ലകും സല്ലതൻ, നിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി അവനൊരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഫസദ്ദിദൂഹു, നിങ്ങൾ അവനോട് ഗുണകാംക്ഷയോടെ നല്ല വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ ആ വ്യക്തിയെ തിരുത്തുകയാണ് വേണ്ടത്. വദുഉല്ലാഹ ലഹു അൻ യതൂബ, അദ്ദേഹത്തിന് പശ്ചാത്തപിക്കുവാനുള്ള മനസ്സ് കിട്ടുവാൻ നിങ്ങൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത്. വലാ തകൂനു അഅ്വാനൻ ലിശ്ശൈത്താനി അലൈഹി,
ശൈത്താനിന് അദ്ദേഹത്തിൻ്റെ മേൽ വിജയം നേടുവാൻ നിങ്ങളായിട്ട് സഹായികളും കാരണക്കാരുമായി മാറരുത് എന്ന ഗൗരവതരമായ ഉപദേശം ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജനങ്ങൾക്ക് നൽകുകയാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ സൂറത്ത് ഗാഫിറിന്റെ 3-ാമത്തെ ആയത്തിൽ ഇത് വിവരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിൽ നമുക്കൊരുപാട് പാഠങ്ങളില്ലേ? നമ്മുടെ അവസ്ഥയൊക്കെ എന്താണ്? ഒരാളൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ അയാളെ പിന്നെ ഏത് കാലഘട്ടത്തിലും ഒരു പാപിയായി മുദ്രകുത്തി അയാളെ എല്ലാ ഇടങ്ങളിൽ നിന്നും മാറ്റി നിർത്തി ബഹിഷ്കരണം ഏർപ്പെടുത്തുന്ന ഒരവസ്ഥയില്ലേ എന്ന് പലപ്പോഴും നമ്മിലെല്ലാം കണ്ടുവരാറുള്ളത്. വാസ്തവത്തിൽ എന്താണ് ഒരു വിശ്വാസി ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? ഒന്നാമതായി, ഒരാളൊരു പാപത്തിൽപ്പെട്ടാൽ ഗുണകാംക്ഷയോടെ ആ മനുഷ്യനോടത് തിരുത്തി കൊടുക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അയാളെ വെറുക്കുകയല്ല ചെയ്യേണ്ടത്. രണ്ടാമതായി, പരുഷമായ വാക്കുകളേക്കാൾ ഒരാളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തുക സ്നേഹത്തിൻ്റെയും കരുണയുടെയും വാക്കുകളായിരിക്കും എന്ന് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മൂന്നാമതായി, എത്ര വലിയ തെറ്റ് ചെയ്ത കൊടും പാപിയാണെങ്കിലും അള്ളാഹുവിൻ്റെ കരുണയിൽ പ്രതീക്ഷ അർപ്പിക്കാം. അതല്ലേ അല്ലാഹു തആല പറഞ്ഞതും ഗാഫിരിദ് ദംബി വഖാബിലിത് തൗബി, എല്ലാ പാപങ്ങളും പൊറുക്കുന്നവൻ, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്ന്. നാലാമതായി, നമ്മുടെ സംസാരങ്ങളിലും ഇടപാടുകളിലും ഇടപെടലുകളിലുമൊക്കെ ഉമർ റളിയല്ലാഹു തആല അൻഹു കാണിച്ചു തന്ന ഈ മാതൃക പിന്തുടരുന്നത് സമൂഹത്തിലെ പല തെറ്റുകാരെയും സൽപാന്താവിലേക്ക് കൊണ്ടുവരുവാൻ കാരണമായി മാറിയേക്കും. മറിച്ചുള്ളതാണെങ്കിൽ അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കണം, വിപരീതമായ ഫലമേ ഇതുകൊണ്ടുണ്ടാവുകയുള്ളൂ. അത് മുഖേന പലപ്പോഴും ഇന്ന് കണ്ടുവരുന്നത് എന്താണ്? ഒരാൾ മദ്യപാനിയാണെങ്കിൽ അയാളെ വീണ്ടും വീണ്ടും മദ്യപാനിയാക്കുന്ന നിലക്ക് ആക്ഷേപിക്കുകയും മദ്യപാനി, കള്ളുകുടിയൻ എന്നൊക്കെ പറഞ്ഞ് മുദ്രകുത്തുകയും ചെയ്യുമ്പോൾ അയാൾ ആ തെറ്റിലൂടെ തന്നെ വാശിയോടെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ. എത്രത്തോളം മദ്യപാനം നിർത്തിയ ആളുകളെ പോലും മുമ്പവൻ ചെയ്തിരുന്ന പാപത്തിന്റെ പേരിൽ കുത്തുവാക്കുകൾ പറയുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരെ ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അത് കാരണമായിട്ട് ആ വ്യക്തി തൻ്റെ പഴയകാല ജീവിതത്തിലേക്ക്, ഏതായാലും സമൂഹത്തിൽ ഒരു പേരാണുള്ളത്, കള്ളുകുടിയനാണ്, അല്ലെങ്കിൽ കള്ളനാണ്, മോഷണം നടത്തിയവനാണ്, വ്യഭിചാരിയാണ്, തോന്നിവാസിയാണ് തുടങ്ങി അവൻ്റെ മുൻകാലതായ ചെയ്തികളെ വീണ്ടും വീണ്ടും അവനിലേക്ക് കൊണ്ടുവന്ന് അവനെ വീണ്ടും ഒരു കൊടും പാപത്തിൻ്റെതായ വഴിയിലേക്ക് അവനെ തള്ളിവിടുന്ന വിധത്തിൽ സമൂഹത്തിലെ ആളുകളിൽ നിന്ന് പലരും പ്രവർത്തിക്കാറുണ്ട്. ഇതൊക്കെ ഗുരുതരമായ ഭവിഷ്യത്തുകളാണ് സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ അനുചരനിൽ, തൻ്റെതായ ഒരു സഹാബിയിൽ അഥവാ തൻ്റെതായ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരു അംഗത്തിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ സ്വീകരിച്ച ഈ ഒരു സമീപനം വലിയ ഗുണപാഠമാണ്. സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുന്ന നമുക്കെല്ലാവർക്കും നാം ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് എന്നോർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നല്ല മാതൃകകളെ പിൻപറ്റിക്കൊണ്ട് സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങളിൽ സൽസ്വഭാവികളായി മാറുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.